ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഈ മാസം 31-ന് തുടക്കം. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം വ്യാഴാഴ്ച. 38ാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വർണ്ണാഭമായ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. ശ്രീലങ്കൻ നാവികസേന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നതിനിടെ നടത്തിയ വെടിവയ്പിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ISROയുടെ 100ാം വിക്ഷേപണ ദൌത്യം നാളെ. GSLV F-15 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചുയരും. ആഗോള കയറ്റുമതി രംഗത്ത് മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള കയറ്റുമതി പ്രോത്സാഹന നയത്തിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ സെമി ഉറപ്പിച്ച് ഇന്ത്യ. ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാര നിറവിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി കേന്ദ്ര സർക്കാർ വ്യാഴാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും. 38ാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ തുടക്കം. മഹാറാണ പ്രതാപ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രിമാർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികൾ, ദേശീയ താരങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരാണ്. ഉത്തരാഖണ്ഡിലെ 11 നഗരങ്ങളിലായി ഫെബ്രുവരി 14 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ നിന്ന് 550 അംഗ സംഘമാണ് 29 ഇനങ്ങളിലായി ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയ്ക്കും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ചരിത്രപരമായ ബന്ധം നിലനിൽക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അബുദാബിയിൽ നടക്കുന്ന റെയ്സിന മിഡിൽ ഈസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രതിരോധം, സാങ്കേതികവിദ്യ, രാസവളം, ഹരിത ഹൈഡ്രജൻ, അന്തർവാഹിനി കേബിളുകൾ ഉൾപ്പെടെയുള്ള ഹരിത ഊർജ്ജ പദ്ധതികൾ തുടങ്ങിയവയും റെയ്സിന മിഡിൽ ഈസ്റ്റ് സംവാദത്തിൽ ചർച്ച ചെയ്തു. ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാക്കുന്നതിൽ ഒഡീഷയുടെ പങ്ക് വളരെ വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ ഉത്കർഷ് ഒഡീഷ മേക്ക് ഇൻ ഒഡീഷ കോൺക്ലേവ് ഭുവനേശ്വറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. भारत को समझने के लिए ओडिशा एक बेहतरीन डेस्टिनेशन है. यहाँ हजारों वर्ष के हमारी हेरिटेज है, हिस्ट्री है, आस्था, आध्यात्म, घने जंगल, पहाड़, समंदर, हर चीज के दर्शन एक ही जगह पर होते हैं. ये राज्य विकास और विरासत का अद्भुत मॉडल है. കോൺക്ലേവിൽ 20 വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 7500-ലധികം പേരാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നതിനിടെ ശ്രീലങ്കൻ നാവികസേന നടത്തിയ വെടിവയ്പിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂഡൽഹിയിലെ ശ്രീലങ്കൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചുവരുത്തിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ഇക്കാര്യം ശ്രീലങ്കൻ സർക്കാരിനോട് ഉന്നയിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡെൽഫ് ദ്വീപിന് സമീപമാണ് 13 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നതിനിടെ ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്തത്. ISROയുടെ 100ാം വിക്ഷേപണ ദൌത്യം നാളെ. 100ാം വിക്ഷേപണത്തിനായുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഗതി നിർണയ ഉപഗ്രഹമായ NVS-02വിനെയും വഹിച്ചുകൊണ്ട് GSLV F-15 രാവിലെ 6:23-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചുയരും. GSLV അതിന്റെ 17ാമത്തെ വിക്ഷേപണത്തിലൂടെയാണ് ISROയുടെ 100ാം ദൌത്യം എന്ന ചരിത്ര നേട്ടം കൈവരിക്കുക. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ഗോണ്ഡ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ റാലിയെ BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. ബദർപൂർ, കസ്തൂർബ നഗർ മണ്ഡലങ്ങളിൽ ഇന്ന് നടന്ന റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഗോണ്ടയിലും കരാവൽ നഗറിലും പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം ഭട്പർഗഞ്ച് മണ്ഡലത്തിലാണ്. അടുത്ത മാസം 5-ന് വോട്ടെടുപ്പും 8-ന് വോട്ടെണ്ണലും നടക്കും. ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ ധാരണ. മാനസ സരോവർ യാത്രയും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നേരിട്ടുള്ള വിമാന സർവീസുകളും ഇതിന്റെ ഭാഗമായി പുനരാരംഭിക്കും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ചൈനീസ് ഉപമന്ത്രിയും പങ്കെടുത്ത കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. അതിർത്തി മേഖലയിലെ നദികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരസ്പരം കൈമാറാനും തീരുമാനമായി.
ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നാളെ ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും. വിവിധ സേനാ വിഭാഗങ്ങളുടെ ബാൻഡുകൾ അണിനിരക്കുന്ന 30 പ്രകടനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങ് വീക്ഷിക്കാനെത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള കയറ്റുമതി പ്രോത്സാഹന നയം 2025 സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ആഗോള കയറ്റുമതി രംഗത്ത് കേരളത്തെ പ്രമുഖ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നയം രൂപീകരിക്കുന്നത്. നിലവിലുള്ള കയറ്റുമതി യൂണിറ്റുകളുടെ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും നയം സഹായകരമാകും. കയറ്റുമതിക്ക് അടിസ്ഥാന സൌകര്യ പിന്തുണ, വിറ്റുവരവ് അടിസ്ഥാനമാക്കി പാരിതോഷികം, ലോജിസ്റ്റിക് സഹായം തുടങ്ങിയവ ഉറപ്പുവരുത്താനും കയറ്റുമതി നയത്തിലൂടെ ലക്ഷ്യമിടുന്നു. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തിരുവനന്തപുരത്ത് നടന്ന വിഴിഞ്ഞം കോൺക്ലേവ് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ നിർണായക വ്യാപാര കവാടമാകും. വിഴിഞ്ഞത്തിലൂടെ രാജ്യത്തിന്റെ 50% ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങളും നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോൺക്ലേവ് നാളെ സമാപിക്കും. കഴിഞ്ഞ വർഷം രാജ്യത്ത് ഏകദേശം 5 ലക്ഷം റോഡ് അപകടങ്ങളും 1,80,000 മരണവും ഉണ്ടായതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ പ്രോജക്ട് അഭയയുടെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് ചരക്ക് നീക്കച്ചെലവ് കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും ശ്രീ ഗഡ്കരി ഊന്നിപ്പറഞ്ഞു. तो नेचुरली ये बहुत इम्पोर्टेंट इसलिए कि हमारे देश में लॉजिस्टिक कॉस्ट ये 14 से 16% है. तो हमें अगर हमारा एक्सपोर्ट बढ़ाना है तो लॉजिस्टिक कॉस्ट कम करनी पड़ेगी. तो हम कॉस्ट कम करना ये इम्पोर्टेंट है. अब इसमें एक समस्या ये है कि 100 ट्रक के पीछे हमारे पास 75 ड्राइवर सकता है. अभी हमारे यहाँ करीब 5 लाख एक्सीडेंट होते हैं और 1,80,000 डेथ्स हुई है. इसमें से 66 to 4% मरने वाले जो है उनका एज ग्रुप है 18 to 34. രാജ്യത്തുടനീളമുള്ള ട്രക്ക് ഡ്രൈവർമാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സംരംഭമാണ് പ്രോജക്ട് അഭയ്. അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ സെമി ഉറപ്പിച്ച് ഇന്ത്യ. ഇന്ന് നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ 150 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ സെമി പ്രവേശം. ഇന്ത്യ ഉയർത്തിയ 209 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സ്കോട്ട്ലൻഡിന് 14 ഓവറിൽ 58 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. വെള്ളിയാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. 2024 ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക്. സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി സ്വന്തമാക്കുന്ന 5ാമത്തെ ഇന്ത്യൻ പുരുഷ താരമാണ് ബുംറ. ഇന്നലെ ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരവും ബുംറയ്ക്ക് ലഭിച്ചിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. മഹാകുംഭത്തിന്റെ 2ാം അമൃതസ്നാനം നാളെ പ്രയാഗ്രാജിൽ മൌനി അമാവാസിയോടനുബന്ധിച്ച് നടക്കും. ആദ്യത്തെ അമൃതസ്നാൻ ജനുവരി 14 മകരസംക്രാന്തി ദിനത്തിൽ നടന്നു. സ്നാനത്തിനായി ദശലക്ഷക്കണക്കിന് ഭക്തരും വിനോദസഞ്ചാരികളും പ്രയാഗ്രാജിൽ ഒത്തുകൂടുന്നതിനാൽ ഉത്തർപ്രദേശ് സർക്കാർ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. മഹാകുംഭമേളയിലെ തിരക്ക് കണക്കിലെടുത്ത് 60 പ്രത്യേക ട്രെയിനുകൾ കൂടി സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. വയനാട്ടിലെ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി MP ആവശ്യപ്പെട്ടു. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്നും നാളെയും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് സൂര്യാഘാതത്തിനും നിർജ്ജലീകരണത്തിനും കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഈ മാസം 31-ന് തുടക്കം. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം വ്യാഴാഴ്ച. 38ാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വർണ്ണാഭമായ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. ശ്രീലങ്കൻ നാവികസേന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നതിനിടെ നടത്തിയ വെടിവയ്പിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. ISROയുടെ 100ാം വിക്ഷേപണ ദൌത്യം നാളെ. GSLV F-15 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചുയരും. ആഗോള കയറ്റുമതി രംഗത്ത് മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള കയറ്റുമതി പ്രോത്സാഹന നയത്തിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ സെമി ഉറപ്പിച്ച് ഇന്ത്യ. ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാര നിറവിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.